തോന്നുന്നു വീണ്ടും പാലക്കാട്ടേക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇതിൽ മേൽക്കോടതിയിൽ പോകാനുള്ള ഇതിലൊന്നും ഇല്ല. കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മേൽക്കോടതിയിൽ പോയാൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ അവർ പോവുകയായിരിക്കും. പരോളുടെ കോടതി എത്ര വർഷം മൊത്തം കിടക്കേണ്ടി വരും ഈ വിധി പ്രകാരം? ലൈഫ് പറഞ്ഞാൽ ലൈഫാണ്, അത്രയേ ഉള്ളൂ. അതിൽ ഇത് 14 കാലം 15 കൊല്ലം അങ്ങനെ അതെല്ലാം സർക്കാർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ലൈഫ് പറഞ്ഞാൽ ലൈഫാണ്. പരോള് കൊടുക്കാതെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരോളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പരോള് കൊടുക്കാൻ പാടില്ല എന്ന് ഈ കോടതിക്ക് പറയാൻ അധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പരോൾ കൊടുക്കുന്ന പക്ഷം കൊടുക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ സർക്കാർ അതിനുള്ള എല്ലാ എഫേർട്സും എടുക്കണം, എല്ലാ സ്റ്റെപ്സും എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ സാക്ഷികൾക്കും കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കാരണം അവരെ സംരക്ഷിക്കണം. അതായത് ഈ കുടുംബം കൂടാതെ അവരുടെ തൊട്ടടുത്തത് ഇയാളുടെ അയൽവാസിയും അവരുടെ അയൽവാസികളടക്കം സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനോനിലയും അതുപോലെ തന്നെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കോടതി പരാമർശിച്ചു. അയാൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാത്ത രീതിക്കാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ള രീതിക്കാണ്. സാധ്യത ഇല്ല എന്നാണ് പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട്. ഈ വിധി പറയണ മുമ്പ് കോടതി പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇയാൾക്ക് ഇനി റിഫർമേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഇയാൾ ഇനി പുറത്തു വിട്ടാൽ വീണ്ടും ഇതെല്ലാം ചെയ്യും എന്നാണ് മാനസിക മെന്റലി സ്റ്റേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും പറഞ്ഞിട്ടുണ്ട്. കോടതി ഇപ്പോൾ 3.25 ലക്ഷമാണ് ഇപ്പോൾ ഓർഡർ ആക്കിയിരിക്കുന്നത്. അതിന് പുറമെ നമ്മളുടെ ലീഗൽ സർവീസ് അതോറിറ്റിക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്നും എടുത്തു കൊടുക്കണം. അതല്ല വെച്ചാലും ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ഈ പൈസ എടുത്തു കൊടുക്കണം എന്ന്. സാധാരണമായി നടക്കാത്താണ് ഈ ലീഗൽ സർവീസ് അതോറിറ്റി തന്നെ പൈസ കൊടുക്കണം എന്ന് കോടതി വലിയ കേസുകളെല്ലാം പറയാറുണ്ട് കോടതി. ഇന്നലെ നടന്ന ഹിയറിംഗിലും ഈ അപൂർവമാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പക്ഷെ അത് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അത് കണ്ടെത്താനായിട്ടില്ല എന്ന് അറിയാൻ കാരണം വെച്ചാൽ ഇനി വരാൻ പോണ കേസ് അയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ കോടതി ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം കേസ് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതും ചേർന്നാൽ വരാം. പക്ഷേ അതിപ്പോൾ അയാൾ നമ്മളെ കോടതി നിയമപ്രകാരം ഈസ് ഇന്നസെന്റ് അൻടിൽ ഈസ് പ്രൂവ്ഡ് എന്നാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇപ്പം തന്നെ കുറ്റക്കാരനാണെന്ന് കോടതി കാണാൻ തീർച്ചയായും എല്ലാ തെളിവുകളും എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ ഭംഗിയായി കോടതിയിൽ ബോധിപ്പിച്ചതും അത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയതാണ് ഈ കേസിന്റെ ഒരു വിജയം. അതെ, ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഫുള്ളാണ്. അത്രയും ഈ കേസിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം ഈ കേരളത്തിലെ ചെയ്യാത്ത പോലെ നമ്മളൊരു മൈറ്റോകോൺട്രിയൽ ടെസ്റ്റ് അടക്കം നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ DNA മുഴുവനും കിട്ടാത്തതുകൊണ്ട് അത് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ആ കേസ് നമ്മൾ ശ്രമിച്ചത്. അത് നമ്മളുടെ SP ഒരു മുൻകൈ എടുത്തിട്ടാണ് അത് ചെയ്യിപ്പിച്ചത്. പ്രതി പരമാവധി ഭീഷണിപ്പെടുത്തിയെങ്കിലും സാക്ഷികളെല്ലാം കോടതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞു. അത് അവരെ മനസ്സിലാക്കിപ്പിക്കലായിരുന്നു വലിയ പണി. അവർ മനസ്സിലാക്കിപ്പിച്ച് അവരെ കറക്റ്റായിട്ട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്മാറെന്ന് പറഞ്ഞിട്ടല്ല, അവർക്ക് ഒരു പേടിയുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഒരു ഭാര്യ ഏട്ടൻ അടക്കം കൂഴുമാറിയില്ല എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് ഈ കേസിൽ. അവർക്കുള്ള കാര്യം കറക്റ്റായിട്ട് അവർ കോടതിയിൽ അവതരിപ്പിച്ചു. ഈ വിസ്താരത്തിന്റെ സമയത്തും ഈ സാക്ഷികളോടൊക്കെ വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളും പ്രതികരണങ്ങളായിരുന്നു എന്നൊക്കെ കോടതിയിൽ സാക്ഷികളുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടല്ല, അയാൾ പുറത്ത് വന്നിട്ട് മാധ്യമങ്ങളോട് ഒരു ഭീഷണിപ്പെടുത്തലും അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് സാക്ഷികൾ ഇതെല്ലാം TV കാണുന്നില്ല, അവർക്ക് ഒരു പേടി ഉണ്ടാവും. അത് അവർ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തൃപ്തരെന്ന് വളരെ പ്രധാനപ്പെട്ട പ്രതികരണം ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഒപ്പം പ്രതിക്ക് പരോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് കൂടി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഒപ്പം കോടതി വിധിച്ച ഈ 4.25 ലക്ഷം രൂപ അത് സജിതയുടെ മക്കൾക്ക് ലഭിക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കൂടി പ്രോസിക്യൂഷൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്.